സർ നമുക്ക് തുടങ്ങാലോ അല്ലേ? വിവാദമായിട്ടുള്ളൊരു സിനിമയുടെ പ്രൊഡ്യൂസറാണല്ലോ താങ്കൾ. സർ എങ്ങനെയാണ് ഈ ഒരു സിനിമയിലേക്ക് കടന്നു വന്നത്? ഞാനൊരു 10-22 വർഷമായിട്ട് പ്രവാസിയായിട്ട് ജോലി ചെയ്യായിരുന്നു. ഇനി തിരിച്ചു പോകണില്ല. നാട്ടിൽ വന്ന് എന്തെങ്കിലും ബിസിനസ്സൊക്കെ ചെയ്ത് കുടുംബത്തോടൊപ്പം കഴിയാവുന്നൊരു ഉദ്ദേശത്തോടെയാണ് നാട്ടിൽ വന്നത്. ഓക്കെ. അപ്പോൾ സിനിമാ വ്യവസായം മുന്നിൽ കണ്ടാണോ സാർ നാട്ടിലേക്ക് എത്തിയത്? അല്ല, ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ ഒരു ബിസിനസ് തുടങ്ങാനായിരുന്നു പ്ലാൻ. പക്ഷേ എൻ്റെ ഫ്രണ്ട് റിയാസ് സിനിമ നല്ലൊരു ഓപ്ഷനാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ വേറൊന്നും നോക്കിയില്ല. പ്രൊഡക്ഷൻ കൺട്രോളർ മനോഹരം വഴി അവരെന്നെ കാണാൻ വരികയായിരുന്നു. ആരൊക്കെയായിരുന്നു അത്? ഡയറക്ടർ ലാലു. അദ്ദേഹമാണ് പിന്നെ എന്നെല്ലാവരും പരിചയപ്പെടുത്തി തന്നത്. ഇത് അരുൺ പടക്കപ്പറമ്പിൽ, അത് രവി കമ്പിപ്പൂത്തിരി. രണ്ടുപേരും പുതിയതാ, പക്ഷേ സ്ക്രിപ്റ്റ് പൊളിയാ. സത്യത്തില് സിനിമയായിട്ട് എനിക്ക് വലിയ ബന്ധമൊന്നുമില്ല, ഇഷ്ടമാണെന്ന് മാത്രം. പിന്നെ കിരീടവും മത്സരമൊക്കെ നല്ല സിനിമകളാണല്ലോ. അതൊക്കെ പഴയകാല ട്രെൻഡ്. സിനിമകളൊക്കെ മാറിപ്പോയില്ലേ സാറേ? എന്റെ കഴിഞ്ഞ സിനിമ പക്ക റിയലിസ്റ്റിക്, മുറ്റത്തെ മൈന ഹിറ്റല്ലേ? പിന്നെ ഇവന്മാരുടെ സബ്ജക്ട് പറഞ്ഞു കൊടുക്ക ബ്രോ. ഓക്കേ സർ, മലയാള സിനിമ ഇതുവരെ കാണാത്ത പ്രണയമാണ് സർ നമ്മുടെ സിനിമ. ഒരു പക്ഷേ ലോകത്തിൽ തന്നെ. ടോയ്ലറ്റിൽ വെച്ച് മാത്രം കണ്ടുമുട്ടുന്ന നായിക നായകന്മാർ. അവർക്ക് രണ്ടുപേർക്കും ഒരേ സമയത്താണ് ഒന്നിനും രണ്ടിനും തോന്നുന്നത്. അങ്ങനെ അവർ റെയിൽവേ സ്റ്റേഷനിലും KSRTC ബസ് സ്റ്റാൻഡിലും ഹോട്ടലിൽ പോലും ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരുമിച്ച് കാണുന്നു. ആ പരിചയം പതുക്കെ പ്രണയത്തിലേക്ക് കിടക്കും. നായികയും നായകനും എവിടെ ടോയ്ലറ്റിൽ പോയാലും അവർ പരസ്പരം തിരയും. അങ്ങനെ അവസാനം സീതാരാം എന്ന പ്രണയ സിനിമ കാണാൻ ലുലു മാളിൽ അവർ ഒന്നിച്ചപ്പോൾ അവിടെ വെച്ചും ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവിടെ അവർ കണ്ടുമുട്ടുന്നു. ഇനിയും കാത്തിരിക്കേണ്ടവരെല്ലാം നമ്മളെന്ന ചിന്തയോടെ നായകൻ നായികയോട് പ്രണയം തുറന്നു പറയുകയാണ് സർ. ഫാന്റാസ്റ്റിക്. അങ്ങനെ അവർ ബാത്റൂമിൽ വെച്ച് ഒരിക്കൽ കൂടി കണ്ടുമുട്ടുകയാണ്. കഥ എങ്ങനെയുണ്ട് സാറേ? സൂപ്പർ. ഞാൻ കഥ കേട്ടപ്പോൾ തന്നെ വിചാരിച്ചു സാറിന് ഇഷ്ടാവുന്നു. എന്തായാലും ഇന്നലെ രാത്രി ഇരുന്ന് അത് ബജറ്റാണ് ശരി. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ബജറ്റ്. അല്ലെങ്കിൽ ഞാൻ തന്നെ വായിക്കാം. സാറ് നോക്ക് മനോഹരന്റെ ബജറ്റ് എങ്ങനെയുണ്ടെന്ന്. ഇൻഡസ്ട്രിയിൽ തന്നെ വലിയ ആൾക്കാരെല്ലാവരും. ലാലു ആണ് ഡയറക്ടർ എന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും അങ്ങനെ ഇൻട്രസ്റ്റ് ആയി. പിന്നെ പ്രകൃതി പടങ്ങളോട് താല്പര്യമില്ല എന്ന് പറഞ്ഞു നടന്നിരുന്ന ഡോൺ ബോസ്കോ പോലും ഒന്നും വാങ്ങാതെ അഭിനയിക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെയല്ല, സിനിമയുടെ കോ പ്രൊഡ്യൂസർ ആവാന്നോ? ആ പറഞ്ഞത് ശരിക്കും അങ്ങോട്ട് മനസ്സിലായില്ല. അതായത് ഡോൺ ബോസ്കോക്ക് ഈ സിനിമയിൽ പ്രതിഫലമായി ക്യാഷ് വേണ്ട, പകരം ഷെയറായി ഈ സിനിമയിൽ കണ്ടാൽ മതി. അപ്പൊ തന്നെ സാറിന് 1.5 കോടി രൂപയുടെ ലാഭമായി. പിന്നെ വലിയൊരു ഭാരം കൊണ്ട് ഒഴിഞ്ഞു പോയില്ലേ? അത് ശരിയാ. പിന്നെ ഡോൺ ബോസ്കോക്ക് ബിസിനസ്സും ഉണ്ട്. സാർ എന്റെ ഈ ബഡ്ജറ്റ് ഒന്ന് നോക്ക്. മൊത്തത്തിൽ 4 കോടിയിൽ ഒതുക്കിയിട്ടുണ്ട്. അസിസ്റ്റന്റ് ഡയറക്ടർ 4 ലക്ഷം, ലൈറ്റ് 2 ലക്ഷം, ഫുഡ് 1.5 ലക്ഷം, കഞ്ചാവ് 10 ലക്ഷം. ഇതെന്താ കഞ്ചാവ് 10 ലക്ഷം? ഈ ലെക്കെന്ന് പറഞ്ഞ ഇതാണ് സാറേ. MDMഉം LSD ഒക്കെയാണ് ഓരോരുത്തർ ചോദിക്കുന്നത്. ഞാനതങ്ങ് കഞ്ചാവിൽ ഒതുക്കി. പിന്നെ നമ്മുടെ സെറ്റിലാരും മദ്യം ഉപയോഗിക്കില്ല കേട്ടോ. അല്ല, നമ്മുടെ നായികയുടെ കാര്യം എന്തായി? അതൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. നായികയുടെ അച്ഛൻ പൂജാരിയാണ്, ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇതായിരുന്നു ആദ്യഘട്ടം. ഈ ട്രെൻഡെന്ന് കേട്ടപ്പോൾ എൻ്റെ മനസ്സിലാക്കി. പടം അനൗൺസ് ചെയ്ത് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങിയപ്പോൾ ഷെയറും ലൈക്കും കൂമ്പാരായിരുന്നു. പിന്നെ പടം ബമ്പർ ഹിറ്റ് എന്നുള്ള കമൻറ്റുകളോട് കിട്ടിയപ്പോൾ ഞാൻ ശരിക്കും വീണുപോയി. ഷൂട്ട് തുടങ്ങിയപ്പോഴാണ് സിനിമ എന്താണെന്ന് ഞാൻ അറിഞ്ഞത്. ഞാൻ കണ്ട വടക്കം വീരകഥയും ചിത്രവും നല്ല സിനിമ. ഇത് പുതിയ കാലം, പുതിയ പിള്ളേർ. സെറ്റിലാണെങ്കിൽ ഡയറക്ടർ ലാലു ഒരു കോംപ്രമൈസിനും തയ്യാറായിരുന്നില്ല. നീയൊക്കെ എന്താണ് കാണിക്കണേ? പുറത്തുനിന്ന് ഒരു കേസിന് അത്ഭുതത്തോടെ നോക്കാൻ പറഞ്ഞ ഇങ്ങനെ നോക്ക. സജാദേ, എവിടെയാണോ പോയി കൊടുക്കണം?
സാറേ സജാദ് ഡയറക്ടറും ആർട്ടിസ്റ്റിനെ വിളിക്കാൻ പോയിക്കോ. ഡോ നിക്കടോ, ഡോ ഒരു നിക്ക, എവിടേക്ക് പോണു ഇയാള്? ഡോ ഒരു കാര്യം പറയട്ടോ. ഡോ നിക്കടോ, ഡോ നിക്ക, ഡോ നിക്കടോ. ആരാണ് നിങ്ങളൊക്കെ? എങ്ങോട്ടാണ് എന്നെ പിടിച്ചോണ്ട് പോണത്? തന്റെ സിനിമയിലെടുത്തോടോ. സിനിമ ചവിട്ടിയ തനിക്ക് കൂലി തരാടോ. ആ സജാദേ, ആ എന്താ പറ വിളിച്ചേ? അയ്യോ അത് ഞാനിപ്പൊ കഴുകി വൃത്തിയാക്കി വെച്ചല്ലോ. അത് കൊഴപ്പില്ല, നടന്നു വയ്യാണ്ടായി. എന്താ കാര്യം? പറ പറ. 24 കക്കൂസ്, 36 കക്കൂസ് ഉണ്ട്. ഏയ് മാറ്റിയത്. ലാല് സാറ് പറയാ ഓറിജിനൽ തന്നെ വേണമെന്ന്. മാറിയിട്ട് നിക്കാൻ പറ്റണ്ട ബ്രോ. ഈ നാറ്റ സഹിച്ചു പറ്റുന്നുണ്ട് ബ്രോ. അതെ, നമ്മുടെ ഡോംബോസ്ക സാറില്ലേ, ആള് പോലും ഈ നാറ്റ സഹിക്കുന്നു ബ്രോ. പിന്നെയല്ല നമ്മള്. ഇനി തീരെ സഹിക്കാൻ പറ്റില്ല. ഞാൻ ഈ സാധനം എടുത്ത മൂക്കിലാ വെച്ചു. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, കുറച്ച് പഞ്ഞേണ്ട് തരാം. മൂക്കിലാ വെച്ചാ മതി. അത് നിന്റെ ഡയറക്ടർക്ക് കൊണ്ട് കൊടുക്കും. നാറിയൊക്കെ തുപ്പി നിറച്ചിട്ടുണ്ടല്ലോ. ഇവിടെ ആർക്കെങ്കിലും തെയ്യം കിട്ടണ്ട? എന്താ സാറേ? എന്താ കാണിച്ചേക്കണ്? താൻ റിയലിസ്റ്റിക് സിനിമയിൽ ആദ്യമായിട്ടാണോ? എല്ലാം സിനിമയല്ലേ സാറേ. താൻ എന്നെ സിനിമ പഠിപ്പിക്കണ്ട, തന്നോട് വർക്കിന് വെച്ച് തന്നെ അസോസിയേഷൻ കാരനാണ്. കാശൊക്കെ എത്ര മണി മേടിച്ചോ? ഇവിടെ ഒരാൾക്ക് മേക്കപ്പ് ചെയ്ത് പോരുത്. എല്ലാം കഴുകി വൃത്തിയാക്ക്. അഭിജിത്തെ, ഇന്ന് നിനക്ക് നായികയായിട്ടുള്ള കോമ്പോസിനാണ്. ഡയലോഗ് ഓക്കെ അല്ലേ? സജാദേ, ആരാണ് ഈ പ്രോപ്പർട്ടി ഇവിടെ കൊണ്ടെന്ന് വെച്ചേ? മോളെ, ആ പ്രോപ്പർട്ടി മോളെ അച്ഛനല്ലേ? ഇരിക്കണവിടെ. അമ്മേ, എന്താ സാർ? താൻ എന്താ ഇവിടെ ചെയ്യണത്? ഇളനീരിടാണോ? ഞാൻ ഫ്രെയിം വെക്കണം സാർ. എവിടെ? തെങ്ങിന്റെ മണ്ടയില? നന്നായിട്ടില്ലേ സാർ? എടോ, ക്യാമറ എവിടെ? ക്യാമറ പൊത്തിലാണ് സാർ. പൊത്തിലാണോ ക്യാമറ? ആ കള്ളനെ അഭിനയിക്കുന്ന ആളവിടെ? ആ മാഷല്ലേ? മാഷൊക്കെ സ്കൂളില്. ആളുണ്ട് വിളിക്ക്. സാർ, അത് ഞാൻ എന്താ ചെയ്യണ്ടേ? നീ ആ മൊന്തയിൽ അങ്ങനെ പോയി കാര്യം സാധിക്കും. ഓ ശരി, ഞാൻ വിളിക്കുമ്പോ മാത്രം വന്നാ മതി. ആ ശരി സാർ.
താനൊരു കള്ളനാണ്. കോസ്റ്റ്യൂം കൊണ്ട് ഡോ, താനൊരു കള്ളനാണ്. ഒരു കള്ളൻ എങ്ങനെ ഓടുന്നു അതുപോലെ ഓടണം. തോടും പാടവും എല്ലാം കിടക്കണം, കട്ടില്ല. വയ്യാണ്ടാവുമ്പോൾ മാത്രം തിരിച്ചു വന്നാൽ മതി. അജി, നീ ആളെ പുറകെ ഫോളോ ചെയ്യണം. ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും. ഒറ്റ ഷോട്ട്. ഓക്കെ ഓക്കെ സാർ. കള്ളൻ എന്തിനാടോ കണ്ണട? കള്ളന് കണ്ണട ഇടൂ. കട്ട്. എന്താ സാർ? ക്യാമറ എവിടെ? ക്യാമറ പൊത്തിലുണ്ട് സാർ. അല്ല സുഹൃത്തെ, ഒരു ദിവസം ഇപ്പം എന്താ കൂലി? ഒരു ദിവസം 900-1000 റുപ്യൊക്കെ റേഞ്ചൊക്കെ വരും. അപ്പൊ ഹെൽപ്പർക്കോ? ഹെൽപ്പർക്ക് ചെയ്യാനൊന്നും കൊടുക്കാറില്ല. അതെ. എന്തേ? ഒന്നുമില്ല, വെറുതെ ചോദിച്ചെന്ന് മാത്രം. ഈ പടം കഴിഞ്ഞാൽ അടുത്ത പടത്തിൽ ഞാൻ സാറിന്റെ കൂടെ നിന്നോട്ടെ. ഈ പടം കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ കൂടെ കൂടിയല്ലെന്ന് ആലോചിക്കണേ. നായിക ഡയലോഗ് പിടിച്ച ആ സാർ അവിടെ നായകനായിട്ട് റിഹേഴ്സൽ ചെയ്യുന്നുണ്ട്. അത് ലിപ് ലോക്ക് സീനാണ്. പോയി വിളിച്ചിട്ട് വാ. ഒരു മിനിറ്റ്. ഇനി പെൺവാണിപ്പം കൂടി എന്റെ തലയിൽ വരാനുണ്ടോ? രവി, അതെ, ഞാനിപ്പോ പറഞ്ഞ ഡയലോഗില്ലേ, അത് സ്ക്രിപ്റ്റിൽ ചേർത്തോ. നല്ല കോമഡിയാ. അത് എവിടെ ചേർക്കണ്ട സാറേ? ആ, അച്ഛൻ മകളോട് പറയട്ടെ. അതെ, നീ സജാദിനോട് പറയണം, ഇനി അവനെ സെറ്റിയാ കണ്ട അവനാണ് അടി. താൻ ഓടിച്ചുകൊണ്ടേ മാഷ എവിടെ? മാഷിനെ നാട്ടുകാർ കൊണ്ടുപോയി. നാട്ടുകാരാ? അപ്പൊ ഇതാരാ? അറിയില്ല, കണ്ടപ്പോ കള്ളാന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങോട്ട് ഓടിച്ചു വിടുന്നു. ഇയാളെ തന്നെ കിട്ടിയതേ ഭാഗ്യ. അതെ, രമ കമ്മീഷൻ വരില്ലട്ടോ. ആര് പേരോട് പകല് വരാൻ പറഞ്ഞു? ഇതല്ല. അയ്യോ, ആരാതിന്റെ റൈറ്റർ? ഇവനാ. ആ സ്ക്രിപ്റ്റ് ഇങ്ങ് തരൂ. ഇതെന്താ അമ്മ മകനോട് പറയുന്ന ഡയലോഗ് ഇങ്ങനെ? അതമ്മ മാസങ്ങൾക്ക് ശേഷം മകനെ കാണുമ്പോ ചോദിക്കുന്നതാണ്. മെലിഞ്ഞു പോയെന്നോ? മിസ്റ്റർ, ഇത് ബോഡി ഷേമിംഗ് ആണ്. ഇത് തിരുത്തണം. ഈ കുട്ടി ഇതിൽ അഭിനയിക്കുന്നുണ്ടോ? താൻ കുട്ടിക്ക് പാല് കൊടുത്തോ? പാല് കൊടുത്തോന്നാ ചോദിച്ചത്. കൊടുത്തു, ഞാൻ കണ്ടതാ. അന്ന് അവർ സ്ക്രിപ്റ്റിന്റെ കോപ്പിയുമായിട്ടാണ് പോയത്. അതിലെന്തെങ്കിലും തെറ്റായ പരാമർശങ്ങളുണ്ടെങ്കിൽ സിനിമ പിന്നെ പുറലോകം കാണില്ലെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. താനൊന്ന് വൈകിട്ട് വന്ന് എന്നെ കാണ്, അപ്പൊ പറയാം. ഓഫീസിലാണോ മാഡം? അല്ല, പബ്ബിലുണ്ടാവും. പപ്പ വിളിക്കാൻ മോളെ, ഇന്ന് നിങ്ങൾ വരണ്ട. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയി തുടങ്ങി. പറഞ്ഞ ബഡ്ജറ്റിൽ പടം നിന്നില്ല. കയ്യിൽ പൈസ തീരുന്നതോടൊപ്പം തന്നെ കൂടെയുള്ളവരുടെ സ്വഭാവത്തിലും മാറ്റം വന്നു തുടങ്ങി. സാറിന് ചേർന്ന് നോക്കി.
സാറേ സാറിന് പെട്ടെന്ന് ഒന്ന് ചെയർ നിർത്തി കൊടുക്കും സാറേ, എനിക്ക് വേറെ കുറച്ച് പണിയില്ല കാരണം. യാത്രയ്ക്ക് സുഖമായിരുന്നില്ലേ? എല്ലാം ഓക്കെ അല്ലേ? കാരവൻ സാറിന്റെ കാരവൻ വരുന്നല്ലേ പറഞ്ഞത്? അല്ലേ സാറേ? സാറിന് കാരവാൻ നിർബന്ധ. ഇപ്പൊ തന്നെ സാർ കാരവാൻ അച്ഛൻ യൂണിറ്റ് വണ്ടി കയറിയിരിക്കുകയായിരുന്നു അല്ലേ സാറേ? അത് നമ്മളെ അറിഞ്ഞിട്ടുള്ള ഈ നാട്ടുകാരെ മൊത്തം അറിയിക്കണം. ആദ്യമായിട്ടൊന്നുമല്ലോ. അപ്പോ കാരവൻ എത്തൂലോ അല്ലേ? ഒരു മിനിറ്റ്. ഹലോ, എവിടെ എത്തി? വരണു. കാരവല്ലെങ്കിൽ ഞങ്ങളെ പാട്ടിന് പോയിട്ടാ. ഈ കുടന്ന് സാറിന് പിടിച്ചു കൊടുത്തേ. എനിക്ക് സ്ക്രിപ്റ്റിൽ കുറച്ച് ഭാഗങ്ങൾ തിരുത്താണ്ട്. ഇതാ പിടിച്ചു കൊടുക്കുക. ഒരുപാട് വർഷം വിദേശത്ത് അടിമപ്പണി ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ജീവിതം കെട്ടിപ്പടുത്തത്. അവസാനം ആ പൈസ ഇറക്കി എനിക്ക് വീണ്ടും അടിമപ്പണി ചെയ്യേണ്ടി വന്നു. എവിടെ കാണാനില്ലല്ലോ? ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നതേ. അതെ. എവിടെയായിരുന്നടാ നീ? ഇത് കിട്ടാത്തോണ്ട് ഷൂട്ടിംഗ് വരെ മുടങ്ങിയിരിക്കുക. പറയണ്ട വെച്ചാ 10 സൈഡ് ലൈനിൽ കൊടുക്കണ്ടായിരുന്നു. കടവന്ത്രയിലാണെങ്കിൽ പോലീസ് ആക്കി. ഇതൊന്ന് സൂക്ഷിക്കണം, ലീഗലല്ല. എന്താ ഇവിടെ പ്രശ്നം? ഇയാൾ ഓക്കെ അല്ലേ? ഓക്കെയാണ് സാർ. പിന്നെ എന്താണ്? പക്ഷെ വെറൈറ്റി ആയിട്ട് ഒന്നുമില്ല. ഇയാൾ നല്ല മാതിരി തെറി പറയുന്നോണ്ട് മാത്രമാണ് ഇയാളെ സെലക്ട് ചെയ്ത്. പിന്നെ എന്ത് പറ്റി? കാരണമില്ലാണ്ട് തെറി പറയാൻ പറ്റില്ല. ഓ, എന്ത് കാരണം? കാരണം വേണോ തനിക്ക്? തന്റെ മകളുമായി ഒരുത്തൻ ഒളിച്ചോടുന്നു. അയാള് നിങ്ങളുടെ മുന്നിലെത്തിയ നിങ്ങൾ എന്താ ചോദിക്കുക? അങ്ങനെ എന്നിട്ട് ഞാനൊന്നും പറഞ്ഞില്ല. അവരിപ്പോ സുഖമായിട്ട് ജീവിക്കുക. എന്നാ ഇതിൽ അങ്ങനെയല്ല. ഇയാൾക്ക് പറ്റില്ല, ഞാൻ പറഞ്ഞോട്. ഒരുമാതിരി സൂര്യോട് പറയരുത്, തനിക്കറിയില്ല എന്നെ. ഇതൊക്കെയാണ്, ഇതാണ് വേണ്ടത്. ആക്ഷൻ. കട്ട്. കട്ട് കട്ട്. അതല്ലല്ലോ ഡയലോഗ്. ആദ്യം എനിക്ക് അപ്പേട്ടന് ഇഷ്ടമായിരുന്നു, പക്ഷെ താടി. പറമോളെ, താടി. ഇവന്റെ താടി നോക്ക്. ഞാൻ ഇവന്റെ താടിയിൽ വീണുപോയി അച്ഛാ. എനിക്ക് റോക്കി ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. ആക്ഷൻ. ഈ നായിന്റെ മോൻ എന്റെ മോനായതുകൊണ്ട് പറയല്ല, ഇവൻ താടി വെച്ചാ തീരുവോ?
നിന്റെ പ്രശ്നം. ഇല്ല മാമ. നീ ജയിച്ചു എന്ന് കരുതണ്ടാ. ആളുകളെ ഓപ്പറേഷൻ ചെയ്തു വരുന്ന നല്ല കത്തി ഉണ്ടാ എന്റെ കയ്യില്. ആ അയ്യോ വാളെടുക്കാൻ പറഞ്ഞേ. നിനക്ക് ഇവനെ വേണോ അതോ ഈ തണ്ടിച്ചക്കനെ വേണോ? നിനക്ക് ഇവന് വേണോ അതോ ഈ നിൽക്കുന്ന തെണ്ടിച്ചക്കന് വേണോ? കട്ട്. ആരാടോ തെണ്ടിച്ചക്കൻ? ഡോൺ ബോസ്കാടോ തെണ്ടിച്ചക്കൻ? കറക്റ്റ് ആളെ നോക്കി പറയും. ആരെ തെണ്ടിച്ചക്കൻ? പറഞ്ഞു കൊടുക്ക്. നിനക്ക് ഇവനെ വേണോ അതോ ഈ നിൽക്കുന്ന തെണ്ടിച്ചക്കന് വേണോ? അത് അമ്മാവനല്ലടോ. ഇവന് വേണോ അതോ ഈ നിൽക്കുന്ന തെണ്ടിച്ചക്കന് വേണോ? താൻ എന്തിനാടോ ഇപ്പൊ തന്നെ പറഞ്ഞ്? ഈ നായിന്റെ മോൻ എന്റെ കാലുമാ അയ്യോ എന്ത് ശരിയാവില്ല, ഞാൻ പോയി. ഇല്ല. ഇതിൻ്റെ എല്ലാം അവസാനം ഡോൺ ബോസ്കോയുടെ രൂപത്തിലാണ് പുറത്തു വന്നത്. സാറൊന്ന് സമാധാനിക്ക്, ഞാൻ എന്ത് വേണമെങ്കിൽ പരിഹാരം ഉണ്ടാക്കാം. താനാണോ പരിഹരിക്കുന്നത്? കാലത്ത് കയറാൻ കൊടുത്തു വിടാണ്ട് താവ് കൊടുത്തു വിട്ടോ? ഇനി കൊടുത്തു വിട്ടാലും തന്നെ സിനിമയിലേക്ക് ഞാനില്ല. സാറേ ചതിക്കരുത്, ഞാൻ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. ഞാൻ എന്താവസ്ഥയിലായാലും എനിക്കൊരു കുഴപ്പമില്ല. എടോ മിനിമം ഒരു നടനെ ട്രീറ്റ് ചെയ്യാൻ അറിയാത്ത താനാണോ സിനിമ ചെയ്യാൻ പോകുന്നത്? സാർ പ്ലീസ് സാർ, എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കൂ സാർ. എടോ എന്റെ ഒരു ഡേറ്റ് കിട്ടാൻ വേണ്ടി പ്രൊഡ്യൂസർമാരും ഡയറക്ടർമാരും ക്യൂ നിൽക്കാണ്. അതിന്റെ ഇടയ്ക്കാണ് തന്റെ ഒരു പീറപ്പടം. പ്ലീസ് സാർ. തനിക്കൊന്നും പറ്റിയ പണിയുള്ളത്. സാറിന്റെ വിഷമം ഞങ്ങൾക്ക് മനസ്സിലാകും. പക്ഷേ ഡോൺ ബോസ്കോ അദ്ദേഹവും ഈ സിനിമയിൽ ഒരു നിർമ്മാതാവായിരുന്നില്ലേ? എന്നിട്ടും കാരവാനും മറ്റും വേണമെന്ന് കടുംപിടുത്തം പിടിക്കേണ്ട കാര്യമുണ്ടോ? നിർമ്മാതാവ് ഭ്രാന്തന്മാരുടെ ഇടയിൽപ്പെട്ട അവസ്ഥയായിരുന്നു എനിക്ക്. പിന്നീട് എന്താണ് ഉണ്ടായത്? കൺട്രോളർ മനോഹരം വഴി ഡോൺ ബോസ്കോ ഒരു കോംപ്രമൈസിന് തയ്യാറായി. എന്തായിരുന്നു അത്? അയാളുടെ പ്രതിഫലമായി 1.5 കോടി രൂപ ക്യാഷായിട്ടും പിന്നെ സിനിമയുടെ ഷെയറും. എന്നിട്ട് നിങ്ങളത് സമ്മതിച്ചോ? ഒരുവിധം എല്ലാം പറഞ്ഞിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ സാറ് എല്ലാവരുടെയും കാര്യം ഒന്ന് ശരിയാക്കിയിട്ടുണ്ട്. എൻ്റെ കാര്യമൊന്ന്. നിങ്ങൾക്ക് എത്രയാ തരാള്? ഒരു വേണ്ട, പറഞ്ഞാൽ മതി. 4-5 ലക്ഷം രൂപയോളം വരും. അതൊന്നും വേണ്ട, വെച്ചോളൂ. പിന്നെ നിങ്ങൾ തന്ന സാധനം വണ്ടിയിലുണ്ട്, ലീഗലല്ല. അപ്പോൾ കേരവൻ അതിപ്പോ വരും. സെറ്റുകളിൽ ലഹരി ഉപയോഗം നടക്കുന്നുവെന്ന നിർമ്മാതാക്കളുടെ പ്രതികരണം ഗൗരവമുള്ളതാണെന്ന് മന്ത്രി എ കെ ബാലൻ. ആരോപണം സർക്കാർ അന്വേഷിക്കും. പണ്ടൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ ചിലത് പറയുന്നല്ലാതെ ഗൗരവത്തിലാരും ഇത് ഉയർത്തിക്കൊണ്ടുവന്നിരുന്നില്ല. ഇന്നലെയുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നിർമ്മാതാക്കളുടെ ഒരു വക്താവ് അതീവ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നത്. വീഴ്ചകൾ എനിക്ക് ആദ്യമായിട്ടല്ല, പക്ഷേ മക്കൾക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് മരുഭൂമി വിട്ട് നാടിൻ്റെ പച്ചപ്പിൽ ഒതുങ്ങിക്കൂടാമെന്ന് വിചാരിച്ചത്. എല്ലാം അവസാനിച്ചു. ഇനി മുന്നിൽ നിൽക്കുന്ന പ്രായമാണെന്നില്ല, പക്ഷേ ആരുടെ മുന്നിലും കടക്കാരനായി നിൽക്കാൻ എനിക്ക് പണ്ട് മുതൽക്കേ താല്പര്യമില്ലായിരുന്നു.
നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുന്നിൽ എല്ലാം തകർന്ന മനുഷ്യനായി നിൽക്കേണ്ടി വരുമെന്ന് കരുതിയുമില്ല. ഒരു സിനിമയാണ് ഇന്ന് എന്നെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത്. അങ്ങനെ സാർ വീണ്ടും പഴയ സ്റ്റേജിലെത്തി. പക്ഷേ മറ്റുള്ളവരെല്ലാം ഇപ്പോഴും സിനിമയിൽ സജീവമാണ്. അതാ വീട്. ആളവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. പ്രൊഡ്യൂസർ ഫ്രാൻസിസ് സാറല്ലേ? ഞാൻ കഞ്ഞിക്കുഴി ശിവദാസൻ. ഞാൻ കുമ്പളങ്ങി ശ്യാമളൻ. അല്ല സാറിപ്പോൾ പുതിയ കഥയൊന്നും കിട്ടാത്ത കാരണം സിനിമ ഒന്നും ചെയ്യാതിരിക്കാന്ന് കേട്ടു. ഞങ്ങളുടെ അല്ലേ ഒരു സൂപ്പർ സാധനമുണ്ട്, പടം വന്ന സൂപ്പർ ഹിറ്റാ. സാറിന് ഞങ്ങളെപ്പോലെ സൈക്കോ കഥകൾ ഇഷ്ടല്ലേ? ഇതൊരു സിനിമ സെറ്റിൽ നടക്കുന്ന സൈക്കോ കഥയാണ്. സിനിമയിലെ അണിയറ പ്രവർത്തകരെല്ലാം സൈക്കോകള്, അതിനിടയിൽ പെട്ടുപോകുന്ന ഒരു പ്രൊഡ്യൂസർ. എങ്ങനെയുണ്ട് സാറേ? സംഭവം കൊള്ളാം. പക്ഷേ